ഒരാൾ നിങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, എന്നാൽ പ്രവൃത്തികളിലൂടെ അത് തെളിയിക്കാൻ എത്ര പേർക്ക് സാധിക്കും? സ്നേഹമെന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും മനോഹരവും എന്നാൽ ഏറ്റവും സങ്കീർണവുമായ ഒരു വികാരമാണ്. ആധുനിക കാലത്ത് സ്നേഹത്തിന്റെ നിർവചനങ്ങൾ പല രീതിയിൽ മാറിയിട്ടുണ്ടാകാം. സിനിമകളും സമൂഹമാധ്യമങ്ങളും കാണിച്ചു തരുന്ന സ്നേഹത്തിനപ്പുറം ജീവിതത്തിൽ നമുക്ക് വേണ്ടത് യാഥാർത്ഥ്യബോധമുള്ള സ്നേഹമാണ്. കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങൾക്കും മനഃശാസ്ത്രത്തിനും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന ആചാര്യ ചാണക്യൻ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാണക്യനീതി എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതി വെറുമൊരു ഭരണതന്ത്രം മാത്രമല്ല, മനുഷ്യന്റെ വ്യക്തിജീവിതം, കുടുംബം, ദാമ്പത്യം, സ്നേഹം എന്നീ തലങ്ങളെക്കുറിച്ചുള്ള അമൂല്യമായ അറിവുകളുടെ ഒരു കലവറ കൂടിയാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സമീപിക്കുന്ന രീതികളിൽ നിന്നും അവൻ അവളോട് കാണിക്കുന്ന പെരുമാറ്റങ്ങളിൽ നിന്നും അയാളുടെ സ്നേഹത്തിന്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ചാണക്യനീതി നമ്മെ സഹായിക്കുന്നു. കാപട്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ഒരു പുരുഷന്റെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുക എന്നത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാത്തപക്ഷം ജീവിതം മുഴുവൻ കണ്ണുനീർ കുടിക്കേണ്ട അവസ്ഥയുണ്ടായേക്കാം. ഇന്ന് നാം വിശദമായി പരിശോധിക്കാൻ പോകുന്നത്, ഒരു പുരുഷന് ഒരു സ്ത്രീയോട് അഗാധമായ സ്നേഹമുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ പ്രകടമാകുന്ന 8 പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ചാണക്യന്റെ കാഴ്ചപ്പാടിലൂടെ ഈ ലക്ഷണങ്ങളെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ ലക്ഷണം, അങ്ങേയറ്റത്തെ ബഹുമാനം. സ്നേഹത്തിന്റെ അടിസ്ഥാനശില എന്ന് പറയുന്നത് ബഹുമാനമാണ്. ആചാര്യ ചാണക്യൻ വ്യക്തമാക്കുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അവളോട് അതിയായ ബഹുമാനമുണ്ടായിരിക്കുമെന്നാണ്. ഇത് വെറുമൊരു ഔപചാരികതയല്ല, മറിച്ച് മനസ്സിൽ നിന്നും വരുന്ന ആദരവാണ്. അവളുടെ ചിന്തകളെ, അഭിപ്രായങ്ങളെ, തീരുമാനങ്ങളെ അയാൾ അങ്ങേയറ്റം വിലമതിക്കും. സമൂഹത്തിനു മുന്നിലും സ്വകാര്യ ജീവിതത്തിലും അയാൾ അവൾക്കർഹിക്കുന്ന സ്ഥാനം നൽകും. അവളുടെ വ്യക്തിത്വത്തെ അടിച്ചമർത്താനോ അവളെ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കാനോ അയാൾ ഒരിക്കലും ശ്രമിക്കുകയില്ല. പകരം അവളുടെ സ്വാതന്ത്ര്യത്തെയും അവളുടെ ഇഷ്ടങ്ങളെയും അയാൾ പൂർണ്ണമായും അംഗീകരിക്കും. ഒരു യഥാർത്ഥ പങ്കാളി ഒരിക്കലും തന്റെ സ്ത്രീയെ തനിക്ക് താഴെ നിൽക്കേണ്ടവളായി കാണില്ല, മറിച്ച് തനിക്കൊപ്പം തുല്യപ്രാധാന്യത്തോടെ നിൽക്കേണ്ടവളായി മാത്രമേ കാണുകയുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവളെ കളിയാക്കാനോ വില കുറച്ച് കാണിക്കാനോ അവൻ തയ്യാറാകില്ല. ബഹുമാനമില്ലാത്ത സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല എന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ലക്ഷണം, സമ്പൂർണമായ സുരക്ഷിതത്വം നൽകാനുള്ള കഴിവ്. ഒരു സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിക്കുന്ന പുരുഷന്റെ കൂടെയായിരിക്കുമ്പോൾ പരിപൂർണമായ സുരക്ഷിതത്വമാണ്. ഈ സുരക്ഷിതത്വമെന്നത് കേവലം ശാരീരികമായ സംരക്ഷണം മാത്രമല്ല അർത്ഥമാക്കുന്നത്. സാമ്പത്തികമായും വൈകാരികമായും അവൾക്കൊരു താങ്ങായി മാറാൻ അയാൾക്ക് സാധിക്കണം. ചാണക്യനീതി പ്രകാരം ഒരു പുരുഷൻ തന്റെ സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും. അവൾക്ക് ഭയമില്ലാതെ എന്തും തുറന്നു പറയാനുള്ള ഒരു സുരക്ഷിതമായ ഇടം അയാൾ ഒരുക്കി നൽകും. സമൂഹത്തിലെ മോശം നോട്ടങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും അവളെ കാത്തുരക്ഷിക്കാൻ അയാൾ എപ്പോഴും ഒരു പരിചയമായി മാറും. അയാളുടെ സാന്നിധ്യം അവൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ലോകം മുഴുവൻ അവൾക്കെതിരെ തിരിഞ്ഞാലും എന്റെ കൂടെ അവൻ ഉണ്ട് എന്ന് തോന്നൽ അവളിലുണ്ടാക്കാൻ അയാൾക്ക് കഴിയും. ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവൾക്ക് യാതൊരു പേടിയും തോന്നാത്ത വിധം അയാൾ ഒപ്പം നിൽക്കും. മൂന്നാമത്തെ ലക്ഷണം, അവൾക്ക് വേണ്ടിയുള്ള ത്യാഗങ്ങൾ. സ്നേഹം എന്നത് സ്വാർത്ഥതയില്ലാത്ത ഒരു വികാരമാണ്. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായി താൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സന്തോഷത്തിന് മുൻഗണന നൽകാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം. ഒരു പുരുഷൻ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനായി ചെറിയതോ വലിയതോ ആയ ത്യാഗങ്ങൾ ചെയ്യാൻ അയാൾ ഒരിക്കലും മടി കാണിക്കില്ല. അത് സ്വന്തം സമയമോ പണമോ വ്യക്തിപരമായ ആഗ്രഹങ്ങളോ ആകാം. തന്റെ ചെറിയൊരു വിട്ടുവീഴ്ചയിലൂടെ തന്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താൻ കഴിയുമെങ്കിൽ അതിൽ പരം സന്തോഷം അയാൾക്ക് മറ്റൊന്നുമായിരിക്കില്ല. ഉദാഹരണത്തിന്, തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വിനോദ പരിപാടി ഉപേക്ഷിച്ചുകൊണ്ട് അവൾക്ക് അസുഖമുള്ള സമയത്ത് അവളുടെ കൂടെ സമയം ചെലവഴിക്കാൻ അവൻ തയ്യാറാകും. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്വന്തം സുഖസൗകര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. സ്നേഹത്തിൽ കണക്കുകൾ സൂക്ഷിക്കാതെ ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള പുരുഷൻ തന്റെ പ്രണയത്തിന്റെ ആഴമാണ് അതിലൂടെ തെളിയിക്കുന്നത്. നാലാമത്തെ ലക്ഷണം, ശ്രദ്ധാപൂർവം കേൾക്കാനുള്ള സന്നദ്ധത. ഇന്നത്തെ തിരക്കുപിടിച്ച ലോകത്ത് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ സമ്മാനമെന്നത് അവരെ കേൾക്കാൻ തയ്യാറാകുന്ന സമയമാണ്. ഒരു പുരുഷൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ വാക്കുകൾക്ക് വലിയ വില നൽകും. നിങ്ങൾ പറയുന്നത് വെറുമൊരു കേൾവിക്കാരനായി ഇരിക്കുക മാത്രമല്ല അയാൾ ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ വാക്കുകളിലെ വികാരങ്ങളെ മനസ്സിലാക്കാൻ അയാൾ ശ്രമിക്കും. നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും അയാൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഓർത്തുവെക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അയാൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ സംസാരങ്ങൾക്കിടയിൽ അയാൾ ഒരിക്കലും ഫോണിൽ നോക്കിയിരിക്കുകയോ അശ്രദ്ധ കാണിക്കുകയോ ഇല്ല.
കാരണം അയാൾക്ക് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും ദിവസങ്ങൾക്ക് ശേഷം അവൻ ഓർത്തെടുത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഇത് അയാളുടെ ഉള്ളിലെ ആത്മാർത്ഥമായ ശ്രദ്ധയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. 5ാമത്തെ ലക്ഷണം അവളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അംഗീകരിക്കൽ. ഒരു സ്ത്രീയെ സ്നേഹിക്കുക എന്നാൽ അവളെ മാത്രം സ്നേഹിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. അവളുടെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന എല്ലാത്തിനെയും സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതുകൂടിയാണ്. ചാണക്യനീതി വ്യക്തമാക്കുന്നതുപോലെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ തന്റെ പങ്കാളിയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ ബഹുമാനിക്കും. അവൾക്ക് അവളുടെ കുടുംബവുമായുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം അയാൾ കൃത്യമായി മനസ്സിലാക്കും. അവളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അയാൾ അവൾക്കൊപ്പം നിൽക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്താൻ പിന്തുണ നൽകുകയും ചെയ്യും. അവളെ അവളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റാൻ അയാൾ ഒരിക്കലും ശ്രമിക്കില്ല. ചില പുരുഷന്മാർ വിവാഹത്തിനു ശേഷം ഭാര്യയെ സ്വന്തം വീട്ടുകാരിൽ നിന്നും അകറ്റാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ള പുരുഷൻ അവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുകയാണ് ചെയ്യുക. അവൾക്ക് പ്രിയപ്പെട്ടതെല്ലാം അവനും പ്രിയപ്പെട്ടതായി മാറും. 6ാമത്തെ ലക്ഷണം തെറ്റുകൾ ക്ഷമിക്കാനും തിരുത്താനുമുള്ള വലിയ മനസ്സ്. മനുഷ്യർക്കാർക്കും പൂർണ്ണതയില്ല. തെറ്റുകൾ സംഭവിക്കുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഒരു ബന്ധത്തിലും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ആ പ്രശ്നങ്ങളെയും തെറ്റുകളെയും അവർ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ ശക്തിയിരിക്കുന്നത്. ഒരു പുരുഷൻ നിങ്ങളെ ജീവനുതുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അയാൾ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റില്ല. നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്താനോ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കി കാണിക്കാനോ അയാൾ ശ്രമിക്കില്ല. പകരം വളരെ സ്നേഹത്തോടെയും ക്ഷമയോടെയും ആ തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാൻ അയാൾ ശ്രമിക്കും. കഴിഞ്ഞകാലത്തെ നിങ്ങളുടെ വീഴ്ചകളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ മാനസികമായി വേദനിപ്പിക്കാൻ അയാൾ മുതിരില്ല. ക്ഷമിക്കാൻ കഴിയുന്ന വലിയ മനസ്സ് ഉത്തമമായ സ്നേഹത്തിന്റെ ലക്ഷണമാണെന്ന് ചാണക്യൻ അടിവരയിട്ട് പറയുന്നു. അയാൾ എപ്പോഴും പ്രശ്നപരിഹാരത്തിനാണ് മുൻഗണന നൽകുക, അല്ലാതെ തർക്കിച്ച് നിങ്ങളെ തോൽപ്പിച്ച് ജയിക്കാനല്ല. നിങ്ങളോടുള്ള സ്നേഹമാണ് അയാളുടെ ഇഗോയേക്കാൾ വലുത്. 7ാമത്തെ ലക്ഷണം നിരന്തരമായ പ്രോത്സാഹനവും പിന്തുണയും. ഒരു നല്ല ജീവിത പങ്കാളി എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പഠനമായാലും ജോലിയായാലും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളായാലും അതിന് ഏറ്റവും വലിയ പ്രോത്സാഹനം നൽകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ഈ പുരുഷനായിരിക്കും. നിങ്ങളുടെ കഴിവുകളിൽ അയാൾക്ക് നിങ്ങളെക്കാൾ വലിയ വിശ്വാസമുണ്ടായിരിക്കും. പ്രതിസന്ധികൾ വന്ന് നിങ്ങൾ മാനസികമായി തളർന്നു പോകുന്ന സമയങ്ങളിൽ നിങ്ങളെ ചേർത്തുപിടിച്ച് മുന്നോട്ട് നടക്കാൻ അയാൾ വലിയൊരു ഊർജ്ജമായി മാറും. നിങ്ങളുടെ വിജയങ്ങളിൽ അയാൾ സ്വന്തം വിജയം പോലെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. നിങ്ങൾക്കെന്തെങ്കിലും നേടാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാനും പുതിയൊരു തുടക്കത്തിനാവശ്യമായ ധൈര്യം നൽകാനും അയാൾ മുൻപന്തിയിലുണ്ടാകും. ചാണക്യന്റെ ദർശനത്തിൽ ഒരു സ്ത്രീയുടെ ഉയർച്ചയിൽ ഒട്ടും അസൂയപ്പെടാത്ത, മറിച്ച് അതിൽ സ്വന്തം ജീവിതത്തിന്റെ സാഫല്യം കണ്ടെത്തുന്ന പുരുഷനാണ് ഏറ്റവും മികച്ച പങ്കാളി. നിങ്ങളുടെ ചിറകുകൾ വെട്ടിയെറിയാനല്ല, പകരം നിങ്ങൾക്ക് പറക്കാൻ ആകാശം കാണിച്ചു കൊടുക്കാനാണ് അവൻ ശ്രമിക്കുക. 8ാമത്തെ ലക്ഷണം അചഞ്ചലമായ വിശ്വസ്തത. വിശ്വസ്തതയില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത ഒരു വീട് പോലെയാണ്. പുറമേ കാണാൻ എത്ര മനോഹരമാണെങ്കിലും അത് ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു വീഴാം. ഒരു പുരുഷൻ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും അയാൾ നിങ്ങളോട് 100% വിശ്വസ്തനായിരിക്കും. മറ്റുള്ളവരുമായുള്ള അയാളുടെ ഇടപെടലുകളിൽ വ്യക്തമായ ഒരു അതിർവരമ്പുണ്ടായിരിക്കും. നിങ്ങളെ സംശയിക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ യാതൊരു കാരണവുമില്ലാതെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലോ അയാൾ ഒരിക്കലും പെരുമാറില്ല. അയാളുടെ ഫോൺ പാസ്വേഡുകൾ തൊട്ട് സാമ്പത്തിക കാര്യങ്ങൾ വരെ നിങ്ങളിൽ നിന്ന് രഹസ്യമാക്കി വയ്ക്കാൻ അയാൾ ആഗ്രഹിക്കില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരു സുതാര്യമായ ജീവിതമായിരിക്കും അയാൾ നിങ്ങളോടൊപ്പം നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ശാരീരികമായി മാത്രമല്ല, മാനസികമായും തന്റെ ചിന്തകളിൽ പോലും അയാൾ നിങ്ങൾക്ക് മാത്രം സ്വന്തമായിരിക്കും. വിശ്വസ്തതയാണ് ഒരു മനുഷ്യൻ അണിയാൻ കഴിയുന്ന ഏറ്റവും വലിയ ആഭരണം എന്ന് ചാണക്യൻ ഉത്ബോധിപ്പിക്കുന്നു. സ്നേഹമെന്നത് വെറുമൊരു ആകർഷണമല്ല, അത് പരസ്പരമുള്ള മനസ്സിലാക്കലും ബഹുമാനവും വിട്ടുവീഴ്ചകളുമാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമുക്ക് പലതരം ആളുകളെ കാണാൻ കഴിഞ്ഞേക്കാം. എന്നാൽ മേൽപ്പറഞ്ഞ ഈ 8 ലക്ഷണങ്ങൾ ഒരു പുരുഷന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ നിങ്ങളെ സ്വന്തം ജീവനേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്കുറപ്പിക്കാം. അത്തരമൊരു സ്നേഹം ജീവിതത്തിൽ ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. ആ സ്നേഹത്തെ കൃത്യമായി തിരിച്ചറിയുകയും അതിനർഹിക്കുന്ന വിലയും പരസ്പര സ്നേഹവും നൽകുകയും ചെയ്യേണ്ടത് ഒരു നല്ല ബന്ധത്തിന്റെ നിലനിൽപ്പിന് വളരെ പ്രധാനമാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.